രാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചിക്കൻ കട്ട്ലറ്റ്. ഇതിനു വേണ്ടി 300 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ ഒരു പാനിൽ എടുത്ത് അര ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ ഉപ്പ്, അര കപ്പ് വെള്ളം, ഇതെല്ലാം കൂടി ചേർത്ത് സ്റ്റൗവിൽ വെച്ച് വേവിക്കുക. ഈ സമയത്ത് തന്നെ ഉരുളക്കിഴങ്ങും കൂടി വേവിച്ചെടുക്കാം. 250 ഗ്രാം ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് ഒരു കുക്കറിലെടുത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് വേവിച്ചെടുക്കുക. ചിക്കൻ ഏകദേശം വെന്തു വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ വെന്ത് ഈ വെള്ളം വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ചിക്കനിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കനും ഉരുളക്കിഴങ്ങും ഇവിടെ വെന്തെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നന്നായി പൊടിച്ചെടുക്കാം. ചിക്കനും ഉരുളക്കിഴങ്ങും ഇതുപോലെ പൊടിച്ചെടുക്കണം. ഇനി മസാല തയ്യാറാക്കാം. ഒരു കടായി വെച്ച് 1 ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് ചൂടാകുമ്പോൾ 10 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, 1 കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത്, 3 പച്ചമുളക് ചോപ്പ് ചെയ്തതും ചേർത്ത് വഴറ്റിയ ശേഷം ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. രണ്ട് തണ്ട് കറിവേപ്പില അരിഞ്ഞതും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഗോൾഡൻ കളറാകുന്നത് വരെ വഴറ്റുക. ഇപ്പോൾ ഇത് ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് വഴറ്റുക. ഇതിലേക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നന്നായി യോജിപ്പിക്കുക. പൊടിച്ച ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇപ്പം ഇവിടെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ കൈകൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇതുപോലെ ഒരു ഉരുളയാക്കി എടുക്കുക. ഇതുപോലെ ചെറിയ ഉരുളയാക്കി പരത്തിയെടുക്കുക. നിങ്ങൾക്കിഷ്ടമുള്ള ആകൃതിയിൽ പരത്തിയെടുക്കാവുന്നതാണ്.
ഇതിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഒരു മുട്ട ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കട്ട്ലറ്റ് ഇതിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് മാറ്റി വയ്ക്കുക. ഇനി ഇത് ഫ്രൈ ചെയ്ത് എടുക്കാം. അതിനായി ഒരു പാൻ വെച്ച് വറുക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ കട്ട്ലറ്റ് ഇട്ട് കൊടുക്കുക. ഒരു മിനിറ്റ് കഴിയുമ്പോൾ സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്യുക. ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട്. ഇത് മറിച്ചിട്ട് കൊടുക്കാം. കട്ട്ലറ്റ് ഇരുവശവും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇപ്പോൾ കട്ട്ലറ്റ് റെഡിയായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.